CPIM-ന്റെ രാജ്യത്തെ ഒന്നാം നമ്പർ ശത്രു BJP-യാണ്. ഇതിൽ ഈ കേരളം എടുത്തിട്ടുണ്ടെങ്കിൽ ആരാ ഈ കേരളത്തിൽ RSSനെ പ്രതിരോധിച്ചിട്ടുള്ളത്? ലീഗ് ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ടോ? CPM-ന്റെ 200-ൽ പരം സഹാക്കളാണെന്ന് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് CPIM-ഉം BJP-യുമായിട്ടോ RSS ആയിട്ടോ എന്തോ ഡീലുണ്ടാക്കിയിരുന്നു എന്നൊക്കെ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഈ നാട്ടിൽ ആരും വിലക്കെടുക്കാൻ പോകുന്നു. അദ്ദേഹം CPM മെമ്പറല്ല, അതുകൊണ്ട് പാർട്ടി മെമ്പറുടെ അച്ചടക്കം അദ്ദേഹത്തിന് ബാധകമല്ല. പക്ഷെ പാർട്ടി പാർലമെന്ററി സംഘത്തിന്റെ ഭാഗമാണ്. ആ മുൻകരുതലും നേതൃത്വം എല്ലാം അദ്ദേഹം പാലിക്കേണ്ടതാണ്. നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു. CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുന്നോടിയായി തന്നെയാണ് ഒരു സമ്മേളന വേദിക്ക് അരികിൽ വെച്ച് തന്നെയാണ് മാധ്യമങ്ങൾ തോമസ് ഐസകിനെ കണ്ടത്. PV അൻവർ മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഉയർത്തിയ ചില ആരോപണങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ തോമസ് ഐസകിനോട് ആരാഞ്ഞപ്പോൾ പാർട്ടി മെമ്പറല്ല അൻവർ, പാർലമെന്ററി പാർട്ടി കാര്യവക്താവ് മാത്രമാണ്. അതുകൊണ്ട് അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ പരിശോധിക്കും, എന്തെങ്കിലും കാര്യങ്ങൾ തെളിയാനുണ്ടെങ്കിൽ തെളിയട്ടെ, തീർച്ചയായും അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിൽ ഏതെങ്കിലും വസ്തുതകൾ ആർക്കെങ്കിലും എതിരെ തെളിയുകയാണെങ്കിൽ അപ്പോൾ നടപടിയെടുക്കാം എന്നുള്ള തോമസ് ഐസക്കിന്റെ പഴയ ഒഴുക്കൻ മട്ടിലുള്ള മറുപടി തന്നെയാണ് പറഞ്ഞത്. സ്വതസിദ്ധമായ പുച്ഛം ചുണ്ടിന്റെ കോണിൽ ഒളിപ്പിച്ചുകൊണ്ട് തന്നെയാണ് തോമസ് ഐസക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. CPM-ഉം RSS-ഉം തമ്മിൽ ഇപ്പോൾ ബാന്ധവമുണ്ട് എന്നാണ് ചില പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും ആരോപിക്കുന്നത്. എന്നാൽ എക്കാലത്തും RSS-നെ ചെറുത്തു നിൽക്കാൻ CPM മാത്രമാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ രാഷ്ട്രീയ കക്ഷികളും RSS-നോട് തോൾ ചേർന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ CPM മാത്രമാണ് രാഷ്ട്രീയപരമായി RSS-നെ എതിർത്തത് എന്നാണ് തോമസ് ഐസക് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് ADGP RSS വക്താവിനെ കണ്ടു എന്നുള്ളതാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP RSS-ന്റെ നേതാവിനെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ കണ്ടതിൽ എന്താണ് അപാകത എന്ന് തന്നെയാണ് ചോദിക്കുന്നത് തോമസ് ഐസക്. ഏതെങ്കിലും തരത്തിൽ ADGP നടത്തിയ കൂടിക്കാഴ്ചയിൽ അഭിഹിതങ്ങളായ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ, കണ്ടെത്താം. അന്വേഷണത്തിനൊടുവിൽ ഏതെങ്കിലും തരത്തിൽ അതിൽ കാമ്പുണ്ട് കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയാൽ നടപടികളും സ്വീകരിക്കാം എന്നാണ് തോമസ് ഐസക് ഒഴുക്കൻ മട്ടിൽ തന്നെ പറഞ്ഞു പോയിരിക്കുന്നത്. എന്നാൽ PV അൻവറിനെ കുറിച്ച് പറയുമ്പോൾ തോമസ് ഐസക് തികഞ്ഞ ജാഗ്രതയോട് കൂടി തന്നെയാണ് സംസാരിച്ചത്. കാരണം PV അൻവർ പാർട്ടി മെമ്പർ അല്ലെങ്കിലും PV അൻവർ CPM-ന്റെ പാർലമെന്ററി കാര്യവക്താവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ PV അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നില്ല. അതിൽ കാമ്പുണ്ട് കഴമ്പുണ്ടെങ്കിൽ അന്വേഷിക്കാം, കണ്ടെത്താം എന്നൊക്കെയുള്ള അവിടെയും ഇവിടെയും തൊടാതെയാണ് തോമസ് ഐസക് മറുപടി പറഞ്ഞത്. തോമസ് ഐസക് PV അൻവറിനെ കുറിച്ച് മറ്റേതെങ്കിലും തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ തോമസ് ഐസക്കിന്റെ പഴയ കഥകൾ വരെ PV അൻവർ വലിച്ചു പുറത്തിടും എന്നുള്ളത് തോമസ് ഐസക്കിന് നന്നായി അറിയാം. സ്വപ്ന സുരേഷുമൊത്ത് മൂന്നാറിലേക്ക് ഒരു യാത്ര നടത്താം, ആ തണുപ്പിൽ വെച്ച് നമുക്ക് ചില കണക്കുകൂട്ടലുകൾ നടത്താം എന്നൊക്കെയുള്ള തോമസ് ഐസക്കിന്റെ പഴയ ചില ചരിത്രങ്ങളൊക്കെ വലിച്ചു പുറത്തിടാൻ വേണ്ടി ഇപ്പോഴും CPM-നകത്ത് ചില വിമത സഖാക്കൾ നിലകൊള്ളുന്നുണ്ട്. PV അൻവറിനെ ഏതെങ്കിലും വിധത്തിൽ തോമസ് ഐസക് ചൊടിപ്പിക്കുകയാണെങ്കിൽ ആ വിശേഷങ്ങൾ വരെ, സ്വപ്ന സുരേഷിനെ മൂന്നാറിലേക്ക് ക്ഷണിച്ച കാര്യം വരെ സഖാക്കൾ വലിച്ചു പുറത്തിടും. തോമസ് ഐസക് ഇന്ന് നിൽക്കുന്ന നിലയേക്കാൾ കൂടുതൽ പരിങ്ങലിലാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തോമസ് ഐസക് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. CPIM-ന്റെ രാജ്യത്തെ ഒന്നാം നമ്പർ ശത്രു BJP-യാണ്. ഇതിൽ ഈ കേരളം എടുത്തിട്ടുണ്ടെങ്കിൽ ആരാ ഈ കേരളത്തിൽ RSSനെ പ്രതിരോധിച്ചിട്ടുള്ളത്? ലീഗ് ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ടോ? CPM-ന്റെ 200-ൽ പരം സഹാക്കളാണെന്ന് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് CPIM-ഉം BJP-യുമായിട്ടോ RSS ആയിട്ടോ എന്തോ ഡീലുണ്ടാക്കിയിരുന്നു എന്നൊക്കെ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഈ നാട്ടിൽ ആരും വിലക്കെടുക്കാൻ പോകുന്നു.
ADGP കണ്ടു എന്നുള്ളത് ADGP പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രതിപക്ഷ നേതാവ് പറയേണ്ടത് അത് CPM വേണ്ടിയാണ് പോയെന്നുള്ള തെളിവെന്താ? എന്തോ തെളിവൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ആ തെളിവ് ഒന്ന് പുറത്തു വിട്ടാട്ടെ. ഈ സന്ദർശനം അടക്കം ബാക്കിയുള്ളതെല്ലാം സർക്കാർ അന്വേഷണ വിഷയമാണ്. അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ എന്ന്, അതനുസരിച്ച് നിലപാട് സ്വീകരിക്കണം. CPM സംബന്ധിച്ചിടത്തോളം ADGP അല്ല, ഈ കേരളത്തിലെ മാന്യമര്യാദയുള്ള ഒരാൾ പോലും ഈ RSS തൊട്ട് ചങ്ങാത്തം പാടില്ലെന്ന അഭിപ്രായം. ഞങ്ങളും അവരുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധം അങ്ങനെയാണ്. പക്ഷേ വ്യക്തികളാണ്, അവരൊക്കെ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റില്ല. എന്നാൽ നിയമവിരുദ്ധമായിട്ടോ ചട്ടവിരുദ്ധമായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർക്കാരിന്റെ അന്വേഷണത്തിൽ പുറത്തു വരട്ടെ. അപ്പോൾ പാർട്ടി എന്റെ നിലപാട് പറയും. അൻവർ ADGPക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ അത് സർക്കാരിനെയും CPM-നെയും ശരിക്കും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. CPM എന്തിനു പ്രതിരോധത്തിലാവണമെന്ന്? എന്തിനാ CPM പ്രതിരോധത്തിലാവണത്? CPM പാരമ്പര്യം ഇതല്ലേ. അപ്പോ ഇതുപയോഗിച്ച് CPM പ്രതിരോധത്തിലാക്കാൻ ചിലർക്കൊക്കെ താല്പര്യമുണ്ട്. അതിനൊന്നും വഴങ്ങാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ ഇത് കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി ഇതിൽ കൂടുതൽ വല്ലതും പറയാനുണ്ടെങ്കിൽ പറയും. ഇപ്പോൾ അൻവർ തുടർച്ചയായിട്ട് പിന്നെയും ആരോപണങ്ങളുമായിട്ട് വരുന്നുണ്ട്. പുതിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർക്കാർ അത് ശരിക്കും മുകളിലേക്ക് എടുത്തിട്ടില്ലേ? അദ്ദേഹം CPM മെമ്പറല്ല, അതുകൊണ്ട് പാർട്ടി മെമ്പറുടെ അച്ചടക്കം അദ്ദേഹത്തിന് ബാധകമല്ല. പക്ഷെ പാർട്ടി പാർലമെന്ററി സംഘത്തിന്റെ ഭാഗമാണ്. ആ മുൻകരുതലും നേതൃത്വം എല്ലാം അദ്ദേഹം പാലിക്കേണ്ടതാണ്. പക്ഷെ അതല്ല, അദ്ദേഹം ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കും. അന്വേഷണ ഉദ്യോഗസ്ഥരെയും വെച്ചു ഒരു കാര്യത്തിൽ നടപടിയെടുത്തിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ. സുജിദാസിനെതിരെ ഒരു വനിത ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്. പോലീസ് പക്ഷേ ആ വിഷയത്തിൽ കേസെടുക്കാൻ തയ്യാറാകില്ല. വരട്ടെ എന്ന് ഉന്നയിച്ചിട്ടല്ലേ ഉള്ളൂ. കേസെടുക്കും. ഏതായാലും അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രഥമദൃഷ്ട്യാ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പിക്കാം, സർക്കാരിനിതിൽ പക്ഷഭേദമൊന്നുമില്ല. അതിൽ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഉപയോഗിച്ചിട്ട് ഈ RSSനൊക്കെ കേരളത്തിൽ വീട് പണി ചെയ്തുകൊണ്ടിരുന്നവര് CPM കുതിരകയറാൻ വന്നാൽ വളഞ്ഞു കൊടുക്കാനായിട്ടൊന്നും തയ്യാറല്ല. ഇത് ചിലക്ക് ഇത് വെച്ചിട്ട് പാർട്ടി സമ്മേളനങ്ങളിൽ അതിന്റെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. വന്ന ആരോപണങ്ങളിൽ സർക്കാർ അന്വേഷിക്കും. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. CPM ഒരു ബന്ധവും RSS BJP ഇല്ല, ഉണ്ടാവുകയില്ല.